ആണോ? അതെല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. നോക്കൂ നിങ്ങൾ. അപ്പോ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതെന്താ? ഇമാം സുബിക്കി പറഞ്ഞു, ഇമാം നബവി പറഞ്ഞു, ഇമാം ഗസാലി പറഞ്ഞു. ഇവരൊക്കെയും ഇസ്ലാമിക ഗോപുരത്തിന്റെ പുറത്ത് നിർത്തിയിട്ട് മാത്രമേ ഇസ്തിഗാസ ശിർക്കല്ല, ശിർക്കാണ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ സാധിക്കും. ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ? പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണമായി ഹബീബെ ഉന്തുർന, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ആ ആർദ്രമായ കണ്ണുകളോട്, തപിക്കുന്ന ഹൃദയത്തോട്, ആ ഹൃദയത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് യാ റസൂലല്ലാഹ് ഉന്തുർന എന്ന് പറഞ്ഞാൽ ആ റസൂലിനെ അവസരം കിട്ടുമ്പോഴൊക്കെ നുറുക്കി നുറുക്കി കഷ്ണമാക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് ഈ സ്നേഹാർദ്രനായ ഹൃദയമുള്ളവൻ എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കുടിലതയാണ്, ഈ പ്രത്യയശാസ്ത്ര കുടിലതയുടെ കുടല് കീറുന്ന വിചാരണയാണ് ഇവിടെ ഇതുവരെ നടന്നത്. ഇനിയും അത് തന്നെയാണ് നടലാതിരിക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ പദം വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹദീസിൽ അങ്ങനെയില്ല. ഉള്ളത് ചോദിക്കൂ എന്നാണ്, ഹദീസിലും ഉള്ളത് ചോദിക്കൂ എന്നാണ്, പണ്ഡിതനും പറഞ്ഞത് ചോദിക്കൂ എന്നാണ്. ഇത്രയും ആണ് ഇസ്തിഗാസയുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവിടെ വളരെ സുഖകരമായ രൂപത്തിൽ, സുന്ദരമായ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ചോദ്യത്തിന് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ പറ്റാത്ത രൂപത്തിൽ പരുങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചോദ്യം ഏതായാലും സംഭവിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആനിലുണ്ട്. ഖുർആനിൽ എന്താ ഉള്ളത്? ലാ തദഉ അല്ലാഹി അഹദ എന്ന് പറഞ്ഞാൽ വഫാത്തായ നബിയോട് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്നാണോ? അങ്ങനെ ഇല്ല. അള്ളാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്യരുത്. എന്താണ് ദുആ? എന്താണ് കൂടെ? എന്താണ് ചെയ്യരുത്? 3 വിഷയങ്ങൾ വിശദീകരിക്കണം. കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ശിർക്കാണ് എന്നും, കൂടെ എന്ന് പറഞ്ഞാൽ അഭൗതികമാണ് എന്നും, പിന്നെ അഹദ എന്ന് പറഞ്ഞാൽ വഫാത്തായ നബിയാണെന്നും ഇതൊന്ന് വിശദീകരിക്കണം. ഇപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിഷയാവതരണം കൂടി കഴിഞ്ഞപ്പോൾ ചിത്രം പൂർത്തിയായല്ലോ. കാരണം ഇക്കാലം വരെ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സഹായം തേടുന്നതിന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്യം തെളിവ് പറഞ്ഞ ആളുകൾ അതല്ല, അത് തെളിവല്ല എന്ന് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളിവിടെ വിശദീകരിച്ചപ്പോൾ അതൊന്നും ഇതല്ല, അത് സഹായം തേടലെന്നല്ല, അത് വേറെയാണ് എന്നാണ്. എന്താണെന്ന് മൂപ്പർക്ക് തന്നെ മനസ്സിലായിട്ടില്ല വേറെയാന്നുള്ളത്. അത് പിന്നെ മൂപ്പർക്ക് വിശദീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനാണ് നിങ്ങളെ കൊണ്ടുള്ള ഗുണം. അപ്പോൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മ എന്നത് സഹായം തേടലുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു. പിന്നെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ അങ്കലാപ്പ്. നേരത്തെ ചോദ്യം അവസാനിച്ച എങ്ങനെയാണ്? മൂപ്പരുടെ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പേയുള്ള ചോദ്യത്തിൽ മൂപ്പര് പറഞ്ഞു, ഞാൻ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന പറഞ്ഞിട്ട് മിണ്ടിയോന്ന് ചോദിച്ചു. ഞാനത് വിശദീകരിച്ചു. അപ്പൊ പിന്നെ അവസാനത്തെ ചോദ്യത്തിന് മുമ്പ് അത് ഞാൻ മിണ്ടാൻ പറഞ്ഞല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നെ ഇതിനെ ചോദിച്ചാൽ മിണ്ടിയോന്ന് മൂപ്പരനെ നമ്മളോട് ചോദിച്ചാൽ എന്താ മിണ്ടാതിരുന്നത്? അതിന് ഞാൻ മിണ്ടിയപ്പോൾ മൂപ്പര അവരോട് ഞാൻ മിണ്ടാൻ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. ഇതിങ്ങനെ ഓരോന്നോരോന്ന് തെളിയും ഇൻഷാ അല്ലാഹ്. ഈ 1.5 മണിക്കൂർ കഴിയുന്നതോടുകൂടി ഏതാണ്ട് എല്ലാ ആളുകൾക്കും കാര്യം മനസ്സിലാകും. ചിലർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തലാണല്ലോ വിഷയം. അപ്പം ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത്